അങ്ങനെ ഇന്നാണ് നമ്മുടെ ചിരഞ്ജീവി ഗാരുവിൻ്റെ ശങ്കര വരപ്രസാദ് ഗാരു എന്ന സിനിമ കണ്ടത്. കഴിഞ്ഞ വർഷം ഇതേ സമയം, അതായത് സംക്രാന്തിക്ക്, ഇതേ സിനിമയുടെ സംവിധായകൻ, അതായത് അനിൽ റവിപ്പുടി, അദ്ദേഹം വെങ്കടേഷിനെ നായകനാക്കി സംവിധാനം ചെയ്ത സംക്രാന്തിക്ക് വസ്തുനാം എന്ന സിനിമ എനിക്ക് നല്ല രീതിയിൽ വർക്കായതായിരുന്നു. അന്ന് ഞാൻ തിയേറ്ററിൽ പോയി തന്നെ കണ്ടതായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ എൻജോയ് ചെയ്ത്, അവർ തമാശകളും സില്ലി തമാശകളാണ്, പക്ഷേ അതെല്ലാം അതിൻ്റേതായ രീതിയിൽ കണ്ട് എൻജോയ് ചെയ്തൊരു വ്യക്തി ആണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ സിനിമ ഇറങ്ങി അറിയാലോ, കുറേ ദിവസങ്ങളായി. അപ്പം കുറച്ചൊക്കെ മിക്സ്ഡ് റിവ്യൂസും നെഗറ്റീവ് റിവ്യൂസ്, പ്രത്യേകിച്ച് മലയാളി തമിഴ് റിവ്യൂസിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള നെഗറ്റീവ് റിവ്യൂസൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഞാനതൊന്നും വലിയ കാര്യമാക്കിയില്ല. കാരണം ഒരു സിനിമ രീതിയിൽ എടുക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ച് തന്നെയാണ് ഞാൻ സിനിമ കാണാൻ പോയത്. സിനിമ കണ്ടു കഴിഞ്ഞു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒരു രീതിയിലും വർക്കായില്ല സിനിമ. ഇതിൻ്റെ സംവിധായകൻ ഇതിനടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ എവിടെയോ പറഞ്ഞിരുന്നു. കാരണം പുള്ളി വളരെ ചെറിയൊരു ടൈം ലൈനിൽ വെച്ചിട്ടാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥയെല്ലാം ഒരുക്കിയതെന്ന്. അതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സിനിമ ആന്ധ്രയിൽ ഭയങ്കര ഹിറ്റാണ്. ഇപ്പോൾ ഇന്ന് തന്നെ ഒരു സിനിമയ്ക്ക് 225 കോടിയോ ഒരു കളക്ഷനൊക്കെ നേടി എന്നുള്ളൊരു അപ്ഡേറ്റൊക്കെ ഓൺലൈനിൽ കണ്ടിരുന്നു. ഞാൻ ഇന്ന് കണ്ട തിയേറ്ററിലും ഫുൾ തെലുഗു ഓഡിയൻസ് തന്നെ ആയിരുന്നു. അവർക്കെല്ലാം നല്ല രീതിയിൽ വർക്കായി. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് വർക്കായില്ല? അത് പക്ഷേ ഒരു ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. കാരണം നമ്മൾ തെലുങ്ക് മാതൃഭാഷ അല്ലാത്തതുകൊണ്ട് അവരിതായിരിക്കും. പക്ഷേ അതേസമയം കഴിഞ്ഞ വർഷത്തെ സിനിമ എനിക്ക് വർക്കായി. എന്തോ ഈ ഒരു സംഭവം, ഈ ഒരു കോമഡിയെ കണ്ടിട്ട് എനിക്കതൊരു ഭയങ്കര കോമഡിയായിട്ട് തോന്നിയില്ല. സത്യം പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു നിർവികാരതയാണ് എനിക്ക് തോന്നിയത്. ഇനി സിനിമയിൽ ഒന്നും കണക്റ്റ് ആയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് 1-2 മൊമെൻറ്റ്സ് കണക്റ്റായി എന്ന് പറയാം. പിന്നെ ഈ സിനിമയുടെ കഥ പറയുകയാണെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശ്വാസം എന്ന സിനിമയുടെ ഒരു കോപ്പി അടിച്ചതാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വിശ്വാസം എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇനി ഈ ഒരു സിനിമ കാണാൻ പോകുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ വിശ്വാസം ഞാൻ മനഃപൂർവ്വം കാണാനും ഞാൻ മെനക്കെട്ടില്ല. ഒരു ഫ്രഷ് മൈൻഡോടെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ്. സംഭവം തമാശയാണ് എല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ലോജിക്ക് തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്തോ പിന്നെ എന്തെങ്കിലുമൊക്കെ വർക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില 1-2 മൊമെൻറ്റ്സ്, ഇപ്പം ഇതിനകത്തൊരു തമാശ രീതിയിൽ കാണിക്കുന്നൊരു സീനുണ്ട്. അതായത് 80s കിഡ്സിനെ സംബന്ധിച്ച്, അതായത് എന്നെയൊക്കെ സംബന്ധിച്ച്, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു തമാശ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് വിരലുകൊണ്ട് കാണിക്കുന്ന 1-2 പരിപാടികൾ. അത് ഇന്നത്തെ ജനറേഷനടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ എന്നൊക്കെ പറയും. പക്ഷെ അന്ന് ആക്കണം. ഞാനൊരു 30 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അല്ല 30 അല്ല, 25 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ആ ഒരു സംഭവം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നൊസ്റ്റാൾജിയുടെ ഭാഗമായതുകൊണ്ട് എനിക്കത് ആ ഒരു സംഭവം ഒന്ന് കണക്റ്റായി. പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ തന്നെ ഈ സിനിമയിൽ നമ്മുടെ വെങ്കടേഷ്, അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംക്രാന്തിക്ക് വസ്തുനാം എന്ന സിനിമയിൽ കഴിഞ്ഞ വർഷം വന്ന അതേ വെങ്കടേഷ് തന്നെ ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ഉണ്ട്. ആദ്യമായിട്ടാണ് ചിരഞ്ജീവിയും വെങ്കടേഷും ഒരു സിനിമയിൽ കൈകോർക്കുന്നത്. അവർ വളരെ കാലം അവർ മീൻസ് 80s മുതൽ അവർ രണ്ടുപേരും ഒരേപോലെ എന്നല്ല, ചിരഞ്ജീവി തന്നെയായിരുന്നു എപ്പോഴും നമ്പർ 1. പക്ഷേ ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഒരുമിച്ച് വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് വെങ്കടേഷിൻ്റെ പോർഷനൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ചിലരുടെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു വെങ്കടേഷിന് പോർഷൻ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്തുകൊണ്ട് പുള്ളി വന്നിറങ്ങിയതും പുള്ളിയുടെ ഒരു നടപ്പും ആ ഒരു സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കായി. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വേറെ പ്രത്യേകിച്ച് ബാക്കി ഒരു കോമഡി എനിക്ക് ഒരിടത്തും കണക്റ്റായില്ല. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി ചിരഞ്ജീവിയുടെ പെർഫോമൻസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഈ ഒരു സിനിമയുടെ തിരക്കഥ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റേതായ രീതിയിൽ ഫുൾ എഫേർട്ട് പുള്ളി എടുത്തിട്ടുണ്ട്. നയൻതാരയും അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോശമൊന്നും പറയുന്നില്ല. പക്ഷേ എന്തോ എനിക്ക് ഇതിൻ്റെ സിനിമയുടെയും ഇതിൻ്റെ ഒരു കഥയും തിരക്കഥയും സംഭവമൊന്നും ഒരിടത്തും അങ്ങ് വർക്കായില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നിയത്, ഈ ഒരു സിനിമയിൽ നമ്മൾ പൊതുവേ നമ്മളിപ്പോൾ ഹിന്ദി സിനിമകളിൽ, ഇപ്പോൾ ടിപ്പിക്കൽ ചില ഹിന്ദി സിനിമകൾ സൗത്ത് ഇന്ത്യൻസിനെ എങ്ങനെ പോർട്രേ ചെയ്യുന്നു എന്നുള്ളത് അതൊന്നും നല്ല രീതിയിൽ വിമർശനത്തിന് വിധേയമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു. അതായത് ഈ ഒരു തമിഴ് ഫാമിലിയെ ഇതിനകത്ത് കാണിക്കുന്നൊരു രംഗം ഉണ്ടായിരുന്നു. വളരെ കാരിക്കേച്ചർ രീതിയിൽ അനാവശ്യമായിട്ടുള്ളൊരു സീനായിട്ടാണ് എനിക്കത് തോന്നിയത്.
അത് പോട്ടെ, അവർ കാണിക്കുന്നതെല്ലാം പോട്ടെ. സൗത്ത് ഇന്ത്യൻസ് ഇങ്ങനെ കാരിക്കേച്ചർ ചെയ്ത് കാണിക്കുന്നത് ഒരു ടിപ്പിക്കൽ ഹിന്ദി സിനിമയിൽ ആണെങ്കിൽ നമുക്ക് സഹിക്കാം. അപ്പം അവർ പ്രത്യേകിച്ച് ആ സീനിൽ വരുന്ന തമിഴ് ഡയലോഗുണ്ട്, ആ തമിഴ് ഡയലോഗ് പോലും അവർ കൃത്യമായിട്ട് പറയുന്നില്ല. ചിരഞ്ജീവിയൊക്കെ തമിഴ് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അവർ തിരുത്താത്തതാണോ എന്നൊന്നും അറിയില്ല. അത് ഭയങ്കര മോശമായിട്ട് തോന്നി, അത് ഇൻസൾട്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സംഭവം. മീൻസ് തമിഴ് ആ ഒരു പീപ്പിൾസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായിട്ടാണ് എനിക്ക് സീൻ തോന്നിയത്. ഇനി വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ സിനിമയിൽ തന്നെ നമ്മുടെ വെങ്കടേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു കന്നഡികയായിട്ടാണ് വരുന്നത്. മീൻസ് ഒരു കർണാടക വ്യക്തിയായിട്ടാണ്. പക്ഷെ പുള്ളി വരുമ്പോഴത്തേക്കും പുള്ളി കുറേ കന്നഡ ഡയലോഗുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ കന്നഡ ഡയലോഗെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനിയിപ്പം കർണാടകയിൽ റിലീസാകുമ്പോഴത്തേക്ക് അവിടെ അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണോ അത്രയും ശ്രദ്ധ അവർ കേന്ദ്രീകരിച്ച് എന്തുകൊണ്ടൊന്നും എനിക്കറിയില്ല. അത് കന്നഡയിൽ പുള്ളി ഒരു ഡയലോഗുണ്ട്, മറ്റേ ബെല്ലാരി മുതൽ ബെളഗാവി വരെ, ബാംഗ്ലൂർ മുതൽ മാംഗ്ലൂർ വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നി. അത് കഴിഞ്ഞാൽ ഒരു നിർവീകാരതയായിരുന്നു എനിക്ക് തോന്നിയത്. ഇനി ഒന്നുകൂടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ചിരഞ്ജീവിയുടെ പെർഫോമൻസോ അല്ലെങ്കിൽ ആരുടെയും പെർഫോമൻസോ മോശമായിട്ടൊന്നും തോന്നിയില്ല. അതിൻ്റെ മൊത്തം കഥയും തിരക്കഥയും അതിൻ്റെ സംഭാഷണങ്ങളും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അത്രയേ ഉള്ളൂ.